ഹലോ ഗൈസ്, വെൽക്കം ടു പാഷനേറ്റ് കുക്കിംഗ് ചാനൽ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാനൊരു പുതിയ റെസിപ്പി ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൻ്റെ പേരാണ് പപ്പടത്തോരൻ. ഇതൊരു 5 മിനിറ്റ്സിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി റെസിപ്പിയാണ്. ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കഴിക്കണം, അല്ലെങ്കിൽ തണുത്തു പോകും. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ലൈക്ക് ചെയ്തില്ലെങ്കിൽ ലൈക്ക് ചെയ്യൂ. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഉണ്ടാക്കാൻ വേണ്ടി 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. ഇത് വേണമെങ്കിൽ വെളിച്ചെണ്ണയും നമുക്ക് എടുക്കാം. ഇത് 2 വലിയ സവാള കൊത്തിയരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതേപോലെ സവാള പോലെ തന്നെ കൊത്തിയരിഞ്ഞു വെച്ചു. ഒരു 1/4 കപ്പ് തേങ്ങ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ കടുക്, ഒരു 2 തണ്ട് കറിവേപ്പില. പിന്നെ നമുക്കൊരു 12 പപ്പടം വേണം പപ്പടത്തോരൻ ഉണ്ടാക്കാൻ വേണ്ടി. ഇത് നമുക്ക് വറുത്തെടുക്കാം. പപ്പടം വറുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇപ്പോൾ ആ പാൻ വെച്ച് ചൂടായിട്ടുണ്ട്. നമുക്കിതിലോട്ട് 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കുന്ന പപ്പടത്തോരനാണ്. അത് നമുക്ക് എല്ലാ വീട്ടിലും പപ്പടം ഉണ്ടാവുമല്ലോ, ഇല്ലാത്ത വീടൊന്നുമില്ല. നമുക്ക് 5 മിനിറ്റ്സിനുള്ളിൽ റെഡിയാക്കാം പെട്ടെന്ന് തന്നെ. ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. 1/4 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 2 സവാള കൊത്തിയരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ചൊന്ന് വാടിയതിനു ശേഷം കറിവേപ്പിലയും ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുത്താൽ മതി, പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ലാസ്റ്റ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പപ്പടത്തിൽ ഉപ്പുണ്ട്, അപ്പൊ അതനുസരിച്ച് സവാളയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി കറിവേപ്പിലൊക്കെ നന്നായി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ആയതിനു ശേഷം തേങ്ങ ചിരകി വെച്ച് ഇതിലോട്ട് ചേർക്കാം. ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ശേഷം നമുക്ക് വറുത്ത് വെച്ച പപ്പടം പൊടിച്ചു ചേർത്ത് കൊടുക്കാം. നമുക്കിതിലോട്ട് ഇനി പപ്പടം പൊടിച്ചു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. അധികമായിട്ട് ഇങ്ങനെ പൊടിക്കേണ്ട, കുറച്ചിങ്ങനെ ഇതുപോലെ കുറച്ചിങ്ങനെ വലിയ പീസായിട്ട് ഇടണം. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ അത് ഏകദേശം പൊടിയുമല്ലോ. നമുക്കിത് ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കണം. എന്നുവെച്ചാൽ സവാള എല്ലാം തേങ്ങയെല്ലാം മിക്സ് ആയിരിക്കണമല്ലോ. നമ്മ ഇപ്പം ചോറ് കഴിക്കുന്ന ആ സമയത്ത് ഒരു 5 മിനിറ്റ്സിനുള്ളിൽ ഉണ്ടാക്കിയാൽ മതി. നല്ല ടേസ്റ്റിയാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അടിയൊന്നും കരിഞ്ഞു പോവരുത്. സിമ്മിൽ തന്നെ വെച്ച് വേണം ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ. അപ്പം എല്ലാം പപ്പടത്തോരനെല്ലാം മിക്സ് ആയിട്ടുണ്ട്. നമുക്കിത് ബാക്കി വെച്ച കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ 5 മിനിറ്റ്സിനായ പപ്പടത്തോരൻ റെഡി.